ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് 2 ഉപമകളാണ് പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും വായനകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം തന്നെയാണ്. വിത്തും പൂവും കായും മരവും ഒക്കെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ കാരണങ്ങളായിട്ട് അല്ലെങ്കിൽ വചനത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഈശോ ദൈവരാജ്യത്തെ ഉപമിക്കാനായിട്ട് 2 ഉപമകളാണ് പറയുന്നത്. ഒന്ന്, ഒരു വിധക്കാരൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാനും, 2 വിത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാനും ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ലൈഫിൽ കിട്ടിയതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കുന്ന കൃതജ്ഞതയുടെ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ വെച്ച് ദൈവരാജ്യത്തെ അനുഭവിക്കുവാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ആ വിധക്കാരൻ വിത്ത് വിതച്ചതിന് ശേഷം ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. ആ വിത്ത് വളർന്ന് ഇലയിട്ട് കായിട്ട് ഫലമായി തീരുന്നു. അപ്പോഴാണ് വിധക്കാരൻ അതിന് കത്തിവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള സാധ്യതകളെയാണ് ഈശോ നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മുടെ ചുറ്റും ദൈവം ഒരുപാട് സാധ്യതകളെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ എപ്രകാരം കാണുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിനെ മനോഹരമാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചുറ്റുമുള്ളതിനെ, ദൈവം നൽകിയതിനെയൊക്കെ ഏറ്റവും മഹത്വത്തോടുകൂടെ കാണാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടിയതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും നിരാശയുള്ളവരായി, സങ്കടമുള്ളവരായി കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരപ്പനും മകനും നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ഒരു ചെറിയൊരു കഥയുണ്ട്. വളരെ സമ്പന്നനായ മനുഷ്യൻ തൻ്റെ മകന് തൻ്റെ സമ്പത്തിൻ്റെ മഹത്വത്തെ കാണിക്കാനായിട്ട് അവനൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ആ ഗ്രാമത്തിലൂടെ അവർ അന്നേ ദിവസം സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരമെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ അപ്പൻ മകനോട് ചോദിക്കുന്നുണ്ട്, നീ അവർ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി എന്നുള്ളത്. മകൻ ഇത്തരം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവരെത്ര ഭാഗ്യമുള്ളവരാണ്. അവൻ പറയാൻ തുടങ്ങി, നമ്മുടെ വീട്ടിലാകെ 2 പട്ടിക്കുട്ടികളേ ഉള്ളൂ, പക്ഷെ അവർക്ക് ചുറ്റി എത്ര നായ്ക്കളാണുള്ളത്. നമ്മൾക്ക് നമ്മുടെ വീട്ടില് കുളിക്കാനായിട്ട് നമുക്ക് ഷവറാണുള്ളത്, പക്ഷെ അവർക്കുള്ളത് ഒരു പുഴയാണുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്, പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കിയ അവരുടെ വയലിൽ നിന്നുള്ള ഭക്ഷണങ്ങളാണ്. നമുക്ക് ചുറ്റിനും കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ അവർക്ക് ചുറ്റിനും എത്ര കൂട്ടുകാരാണ് ചുറ്റിനുമുള്ളത്. തീർച്ചയായിട്ടും ആ അപ്പം പ്രതീക്ഷിച്ച മറുപടിക്ക് നേർ വിപരീതമായൊരു മറുപടിയാണ് മകനിൽ നിന്നുണ്ടായത്. അപ്പൻ പ്രതീക്ഷിച്ചത് തൻ്റെ സമ്പത്തിനെ കുറിച്ച് മകൻ അഭിമാനിക്കുമെന്ന് കരുതിയപ്പോൾ ആ മകൻ കണ്ടത് അവർക്ക് ചുറ്റും ദൈവം ഒരുക്കിയ സംരക്ഷണത്തിൻ്റെ വലയമാണ്. തീർച്ചയായിട്ടും കിട്ടിയതിനെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ സ്വർഗരാജ്യത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത്. 2ാമത്തെ ഉപമ എന്ന് പറയുന്നത് വിത്തായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ തന്നെ അനന്ത സാധ്യതകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ചെറുതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ ആ ചില കാര്യങ്ങളെ സമർപ്പിക്കാനായിട്ട്, ഡെഡിക്കേറ്റ് 100% സമർപ്പണത്തോടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ വളർന്ന്
വലിയ മരമായിത്തീരുന്നു. പിന്നീട് ഒരുപാട് പേര് ചേക്കേറാനാവുന്ന വിധത്തില് അതിൻ്റെ നന്മകൾ, അതിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അപ്രകാരം സ്വയം ശൂന്യതയെ, സ്വന്തം നിസ്സാരതകളെ തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ സാധ്യതകളിലേക്ക് വളരുവാനും സാധിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ഒന്നാമത്തെ വായന പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബോധം. തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും തീർച്ചയായിട്ടും ദൈവത്തിന്റെ സഹായമുണ്ട് എങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ആ ഒരു ട്രസ്റ്റ്. കാരണം വളർത്തുന്നതും തളർത്തുന്നതും അല്ലെങ്കിൽ ഫലം നൽകുന്നതും ദൈവമാണ് എന്നുള്ള ബോധം. തളർന്നു പോയാലും അവൻ കരം പിടിക്കുമെന്നുള്ള വിശ്വാസം, അതുതന്നെയാണ് നമ്മളുടെ ജീവിതത്തെ ദൈവോന്മുഖമായി സ്വർഗരാജ്യത്തെ നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ട്, സ്വർഗരാജ്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ട് ആ ഒരു സ്വർഗരാജ്യ അനുഭവത്തിൽ ഈ ഭൂമിയിൽ കടന്നു പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി നമ്മളുടെ ഫോക്കസ് എന്തായിരിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസ് നമ്മുടെ ശരീരത്തിലേക്കാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഫോക്കസ് നമ്മൾ കർത്താവിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളർന്നു വരികയാണ്. കാരണം അതാണ് നമ്മളെ കൂടുതൽ പ്രത്യാശയുള്ളവരായിട്ട് മാറ്റുന്നത്. ശരീരത്തിലേക്ക് ചുരുങ്ങാതെ സ്വർഗത്തിലേക്ക് വളരുവാനുള്ള ആ ഒരു ബോധ്യം നിരന്തരം കാത്തു സൂക്ഷിക്കുക. പൗലോസ് അപ്പോസ്തലൻ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ശരീരമാണ് നമ്മളെല്ലാത്തിനും പ്രാപ്തരാക്കുന്നത് എന്നുകൂടിയുണ്ട്. കാരണം ശരീരത്തിലാണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത്. നമ്മളുടെ ആത്മാവിൻ്റെതാണെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിൻ്റെ എല്ലാം എഫക്റ്റ് ഏറ്റെടുക്കുന്നത് ശരീരത്തിലാണ്. ഇനി ശരീരത്തിലാണ് നമ്മൾ മഹത്വം അനുഭവിക്കാൻ വേണ്ടി പോകുന്നതും ശരീരത്തിലാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കാനായിട്ട് പോകുന്നതും. ശരീരം നമുക്കൊരു ഇന്നവിറ്റബിൾ പാർട്ടാണ്. ആ ഒരു പാർട്ടിനെ എപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള സാധ്യതകളുമായിട്ട് ചേർത്ത്, നമുക്കുള്ളിലുള്ള സാധ്യതകളുമായിട്ട് ചേർത്ത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സ്വർഗോന്മുഖരാക്കുന്നതും അതേപോലെ തന്നെ അതിന് നേർവിപരീതമായിട്ട് നടക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിന് കാരണമാകുന്നതും. പ്രിയമുള്ളവരെ, ഈ ഒരു ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചുറ്റും ദൈവം ഒരുക്കിയിരിക്കുന്ന സാധ്യതകളെ കൃതജ്ഞതയോടുകൂടെ നമുക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സാധ്യതകളെ എളിമയോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ശരീരത്തെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ, കൃപകളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് അവയെ പരിവർത്തനം ചെയ്യുവാനുള്ള ആത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.